ഹായ് ഫ്രണ്ട്സ്, ഇന്ന് PK സിംപ്ലിയിൽ ഞാൻ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിറയെ ഫൈബർ കണ്ടൻ്റുള്ള ഒരു ജ്യൂസാണ്. അതിലേക്ക് ഒരു ജ്യൂസ് വെള്ളരിക്കയാണ്. ഇതിപ്പോൾ സാധാ വെള്ളരിക്കയല്ല, നമ്മൾ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഇവിടെ നല്ല പഞ്ഞി പോലെ ഉണ്ടാവും. ഇത് കുടിക്കാൻ നല്ല സോഫ്റ്റായിട്ട് നല്ല സാലഡിന് ഇത് ഇടാം, വേണമെങ്കിൽ സാലഡിന് ഇടാം. പക്ഷേ ഇത് ജ്യൂസാണ് അധികം ഉപയോഗിക്കാറുള്ളത്. നല്ലൊരു സോഫ്റ്റായിട്ടുള്ള അതിൻ്റെ തോല് നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണെങ്കിൽ തോലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ടിട്ട് അരിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തോലെടുത്തിട്ട് നല്ല ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിതിന് എൻ്റേതായ രീതിയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ്. സ്വീറ്റൊന്നും ഇട്ടിട്ടില്ല, മധുരമില്ല, ഉപ്പും തൈരും ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, PK സിംപ്ലി നാട്ടിൽ ഞാനിന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ജ്യൂസ് ചെയ്യണ ഒരു വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് ജ്യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ല, കുറച്ച് പഞ്ഞി പോലെ ഉണ്ടാവും. നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന വെള്ളരിക്ക പോലെ ഉണ്ടാവില്ല. നമ്മുടെ ഈ ദർബൂസ് മറ്റേ ഇതിലെ വേറൊരു കായില്ലേ ജ്യൂസിൻ്റെ, അതിൻ്റെ ഉൾഭാഗം പോലെ ഉണ്ടാവും. അതിൻ്റെ വിത്തെല്ലാം, ഇതിൻ്റെ തോലെല്ലാം എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഇത് ഷുഗർ ഇട്ടോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലും ഇടണം. ഇതിൻ്റെ കൂടെ ഒത്തിരി പുളിപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ഉപയോഗിക്കാം, ഒരല്പം. ഇതിൻ്റെ പുളി ഇഷ്ടപ്പെടുന്നവർക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തനിയെ ഇത് മാത്രം അടിച്ച് നമുക്ക് കുടിക്കാം. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് ആണ് ഇത് ചെയ്യണത്. ഇപ്പോൾ 2-3 ഗ്ലാസ്സിനാണെങ്കിൽ ഒരു മുക്കാൽ പങ്കെടുക്കാം. ഇപ്പോൾ എനിക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചെടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പിടണം. ഇത് ഇന്ദുപ്പാണ്. ഇത് ഉപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഇടാം. പിന്നെ 2 ടീസ്പൂൺ തൈര്. അതൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കാം. ഇത് നമുക്കിപ്പോൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നല്ലോണം അരഞ്ഞതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ മിക്സിയിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇത് അരിച്ചെടുക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. അരിച്ചാൽ അതിൻ്റെ ആ ഫൈബർ കണ്ടൻറ്റ് മുഴുവനും പോവും. അല്ല അരിക്കണമെന്നുള്ളവർക്ക് അരിച്ച് കുടിക്കാം. ഇതിൽ പഞ്ചസാരയും നറുതണ്ടി നീരും ഒക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ഇതിപ്പോൾ ഉപ്പും തൈരും അത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ ഇതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചിയാസീഡും കൂടെ ഇടാം. അതിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറി വയ്ക്കാം. അപ്പോൾ ഇതുപോലൊരു ജ്യൂസ് ഒന്ന് തയ്യാറാക്കി നോക്കി. ഇതുപോലെ ജ്യൂസ് വെള്ളരിക്ക കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻ്റ് അറിയിക്കാനും മറക്കല്ലേ. അല്ല നമുക്ക് ഇതിപ്പോൾ സാധാരണ വെള്ളരിക്കയിൽ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ എടുക്കണത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പച്ചയ്ക്ക് നമ്മൾ കഴിക്കുക സാലഡ് വെള്ളരിക്കയില്ലേ, അതിലും ചെയ്യാം. പക്ഷേ ഈ ജ്യൂസ് വെള്ളരിക്കയിൽ ചെയ്യുമ്പോൾ അധികം ഒരു തിക്നെസ് ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലൊന്ന് കിട്ടിയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. Thank you.